NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ ലക്ഷ്യമിട്ട രൂക്ഷ വിമർശനവുമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നിങ്ങളാണ് എല്ലാമെന്ന് കരുതരുത് എന്നും എല്ലാം മന്നത്തിന്റെ സംഭാവനയാണ് എന്നും ഉപരാഷ്ട്രപതി കുറ്റപ്പെടുത്തി. പെരുന്ന സ്വയം ശുദ്ധീകരിക്കപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒളിയമ്പെയ്തു. പെരുന്ന മന്നം സമാധിയിലെ പുഷ്പാർച്ചനയ്ക്ക് അവസരം നിഷേധിച്ചത് സൂചിപ്പിച്ച് രൂക്ഷ വിമർശനവുമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ദില്ലിയിൽ മന്നം സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യവേ ജി സുകുമാരൻ നായരെ പേരെടുത്തു പറയാതെയായിരുന്നു വിമർശനം. So we are only a tool to continue his good legacy. So we should take the society with us. I am the president. I am the general secretary. So you should not come, you should not come, we should not come. That should not be our aim. Everybody should come, everybody should contribute, everybody should serve. പെരുന്ന സ്വയം ശുദ്ധീകരിക്കപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തിരഞ്ഞെടുപ്പിന് ശേഷം വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്നും ഒളിയമ്പ്. ആ കോസ്മിക് ലോ പ്രകാരം അതിന്റെ ശുദ്ധീകരണം എല്ലാം നടന്നോളും. അതിപ്പോ ഇരിക്കുന്നവർ നടത്തിയെന്ന് വരും. ആവുന്നില്ലേ? ഇലക്ഷന് ശേഷം വലിയ ശുദ്ധി നടന്നില്ലേ? പെരുന്ന NSS ആസ്ഥാനത്തെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ നേരത്തെ മുൻ ബംഗാൾ ഗവർണർ CB ആനന്ദബോസിനും ഏറ്റവും ഒടുവിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും അനുമതി നിഷേധിച്ചിരുന്നു. സുകുമാരൻ നായരും BJPയും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ നാളുകളായി തുടരുന്നുണ്ട്. എന്നാൽ പരസ്യ വിമർശനങ്ങളിലേക്ക് ഒരു പരിധിക്കപ്പുറം കടന്നിരുന്നില്ല. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലടക്കം സുകുമാരൻ നായർ സ്വീകരിച്ച നിലപാടുകളിൽ BJPയിൽ അതൃപ്തിയുണ്ടായിരുന്നു. പുതിയ സാഹചര്യത്തിൽ BJPയുടെ സംസ്ഥാനത്തെ തുടർ രാഷ്ട്രീയ നീക്കങ്ങൾ ശ്രദ്ധേയം. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, കൊച്ചി.